ഗുരുവായൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് NDA ആണ് നിൽക്കുന്നത്. കേരളത്തിൽ തന്നെ നല്ലൊരു മാറ്റം വരും. മോദി സർക്കാരിന്റെ ഡബിൾ എഞ്ചിൻ നമ്മുടെ കേരളത്തിലും പ്രായോഗികമാകും. പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളത്തില് മലിനജലങ്ങള്, ഗുരുവായൂർ അമ്പലത്തിന്റെ ഇഷ്ടംപോലെ സാധനം കാണാണ്ടായിട്ടുള്ളത്. ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരും നല്ലൊരു സപ്പോർട്ടിങ്ങാണ് തരുന്നത്. ഗുരുവായൂർ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. NDA വിജയിക്കുന്ന കക്ഷിയായിട്ടാണ് BJP മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ശരിക്കും നിൽക്കുന്നത് NDA സഖ്യമാണ്. ഫ്ലക്സ് ബോർഡ് വച്ചതിനെ പറ്റി വളരെ വിവാദമാണ്. അത് കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ഥാനാർത്ഥി തന്നെ ഒരു വക്കീലാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ 4ഓളം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഗുരുവായൂരും താമര വിരിയും, അതിലൊരു മാറ്റമില്ല. Hi, hello, namaskar. You're watching KTV India with me, Varsha Venugopal, and right now I'm standing at Guruvayur's BJP office, and with me is Ganesh Shivji sir, who is the Mandalam General Secretary of Guruvayur BJP. Hello sir, namaskaram. നമസ്കാരം. Sir, എങ്ങനെ പോകുന്നു ഈ ഒരു പ്രചാരണ സമയത്ത്? കാരണം ഒരു ചുരുങ്ങിയ സമയത്താണല്ലോ ഇത് പ്രചാരണമൊക്കെ നടക്കുന്നത്. തന്നെ കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി ഇലക്ഷന് വേണ്ടിയിട്ട്. എങ്ങനെ പോകുന്നു ഈ ലിമിറ്റഡ് ടൈമിലുള്ള ഈ പ്രചാരണം? ഗുരുവായൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് NDA ആണ് നിൽക്കുന്നത്. എല്ലാം കൊണ്ടും ഇപ്പോൾ സ്ഥാനാർത്ഥിയാണെങ്കിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എല്ലാം കൊണ്ടും ഒരു മികച്ച മുന്നേറ്റമാണ് BJP ഗുരുവായൂർ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. കേരളത്തിൽ തന്നെ നല്ലൊരു മാറ്റം വരും. മോദി സർക്കാരിന്റെ ഡബിൾ എഞ്ചിൻ നമ്മുടെ കേരളത്തിലും പ്രായോഗികമാകും. അതിന് നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ മൊത്തത്തിൽ കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി വളരെ എന്തെന്ന് പറയുക, വളരെ പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളത്തിൽ മലിനജലങ്ങൾ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇഷ്ടംപോലെ സാധനം കാണാണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ NDA സർക്കാരിൻ്റെ ഒരു ലെവലിൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ വന്നാലോ അതിനൊരു പരിഹാരം കാണുള്ളൂ. നല്ല മുന്നേറ്റമാണ് BJP ഇവിടെ ഗുരുവായൂർ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ, ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ അവരുടെ നല്ല അഭിപ്രായം വെച്ചാൽ BJPക്കാർ മാത്രമല്ല, ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരും നല്ലൊരു സപ്പോർട്ടിങ്ങാണ് തരുന്നത്. ഒരു നല്ല ഒരു മുന്നേറ്റം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ തൃശ്ശൂരിൽ പാർലമെന്റ് വിരിഞ്ഞ പോലെ ഗുരുവായൂരും താമര വിരിയും, അതിലൊരു മാറ്റമില്ല. ഇന്ന് സുരേഷ് ഗോപിയും കൂടി ഗുരുവായൂരിലോട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടു. ഇന്നത്തെ ആ ഒരു പ്രചാരണത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇന്ന് രാധേയം എന്ന പരിപാടിയാണ്, അമ്മമാരെ പരിപാടിയാണ്. അത് 2000 പേർ അമ്മമാരുണ്ടാവും. അവർ സ്വയം ഏറ്റെടുത്തിട്ടാണ് വരുന്നത് ഗുരുവായൂരെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ സുരേഷ് ഗോപിയുണ്ട്. പോരാതിന് നമ്മുടെ വനിതകളെ വീരനാട്യം, തിരുവാതിരക്കളി എല്ലാം ഉണ്ട്. അപ്പോൾ ഗുരുവായൂർ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു NDA. NDAയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും നാട്ടിൽ വേറെ ഒരു റൂമർ എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടി എപ്പോഴും പറയുന്ന ഒരു കാര്യം, NDA കണ്ടസ്റ്റ് ചെയ്യുന്നത് വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ടില്ല. ഒരു BJPയുടെ ഒരു കാര്യകർത്ത എന്ന നിലയിൽ സാറിന് എന്താണ് ആ ഒരു റൂമറെ കുറിച്ച്? വളരെ തെറ്റാണത്. BJP ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പം അങ്ങനെയല്ല. വിജയിക്കുന്ന കക്ഷിയായിട്ടാണ് BJP മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എതിർ പാർട്ടികൾ പലതും പറയും. അപ്പോൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ശരിക്കും നിൽക്കുന്നത് NDA സഖ്യമാണ്. സർ, വേറൊരു കാര്യം, ഇപ്പോൾ ഗുരുവായൂരിൽ നമ്മളെ കാൻഡിഡേറ്റ്ഷിപ്പ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറേ കോൺട്രവേഴ്സി ഉണ്ടായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നമ്മുടെ ഗുരുവായൂർ. സാറിനെ കുറിച്ചായാലും സാർ നോമിനേഷൻ കൊടുക്കരുതെന്ന് വരെ ഓപ്പോസിഷൻ പാർട്ടീസ് വരെ പറഞ്ഞു. എന്നിട്ടും സാർ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ബാനർ ഇഷ്യൂ ഉണ്ടായി. 1977 തൊട്ട് 2021 വരെയുള്ള MLAസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായി. അതിൽ സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടതാണ് പബ്ലിക്കലി. പക്ഷേ എന്നാൽ കൂടി ആ ഒരു മൂവ്, വാസ് ഇറ്റ് എ ക്യാമ്പയിനിങ് തിങ് ഓർ എന്തായിരുന്നു സാർ? കുഴപ്പമില്ല. ഇന്നിപ്പോൾ നമ്മുടെ ചാവക്കാട്, തൊട്ടടുത്താണ് ചാവക്കാട്, അവിടെ ഫ്ലക്സ് ബോർഡ് വെച്ചതിനെ പറ്റി വളരെ വിവാദമാണ്. അത് കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നടന്ന രാധേയം എന്ന് പറഞ്ഞ പരിപാടിക്കും അവർ ഫയൽ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടൊന്നും തളരില്ല. പ്രത്യേകിച്ച് ഇവിടെ സ്ഥാനാർത്ഥി തന്നെ ഒരു വക്കീലാണ്. ആളെ എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് ഇറങ്ങുന്നത്. ഒരു കാരണവശാലും എനർജി കൂടുതലാണ്, കുറയുന്നില്ല ഇവിടെ. അപ്പോൾ പ്രവർത്തകരും നേതാക്കളും എല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ വോട്ടർമാരും NDAയുടെ പിന്നെ അണിനിരക്കുന്നത് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു അവസാന ചോദ്യം കൂടി സാർ, എത്ര നമുക്ക് സീറ്റ് പ്രതീക്ഷിക്കാം BJPയുടെ സൈഡിൽ നിന്ന്? ഗോപാലകൃഷ്ണനെ എന്ത് NDAക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു അസംബ്ലി ടൈമിൽ? തൃശ്ശൂർ ജില്ലയിൽ തന്നെ 4ഓളം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മാത്രം. ഗോപാലകൃഷ്ണൻ എന്തായാലും വിജയിക്കും, അതിൽ മാറ്റുന്നില്ല. Okay, sir. Thank you so much for joining KTV India. So, how they are saying is like that, because we all know there was a huge controversy before the nomination was filed, even about the candidateship, as well as after the file, there was another controversy regarding the banners, regarding
mentioning the names of different MLAs since 1977 to the latest, assembly election. So this was the whole controversy in Guruvayur constituency. Despite that, the BJP Karyakartas are expecting a huge win, a huge victory for NDA this time. So that was me, Varsha Venugopal, on KTV India with camera person Kirtan Gowda, Kerala. Thank you.